കേരളത്തിലെ ഒരു 40 വയസ്സിന് ശേഷമുള്ള 75% സ്ത്രീകളും പൊണ്ണത്തടിയിലേക്ക് അല്ലെങ്കിൽ ഓവർ സൈസിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെ തടി കൂടി വരുന്നത്? നമസ്കാരം, ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറുന്നത്. ഇപ്പോഴത്തെ സർവേ പ്രകാരം കേരളത്തിലെ ഒരു 40 വയസ്സിന് ശേഷമുള്ള 75% സ്ത്രീകളും പൊണ്ണത്തടിയിലേക്ക് അല്ലെങ്കിൽ ഓവർ സൈസിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെ തടി കൂടി വരുന്നത്? ഇത് പ്രധാനമായ കാരണങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇത് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കാരണം ഇതുപോലത്തെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ പൊണ്ണത്തടിയിലേക്ക് മാറുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭക്ഷണ രീതിയാണ്. അതായത് അരി ഭക്ഷണത്തിൻ്റെ രീതി. നമ്മൾ കേരളത്തിൻ്റെ അരി ഭക്ഷണ രീതി ഒരു ദിവസം മലയാളി 4-5 തവണ ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാവിലെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, 10 മണിക്ക് കഴിക്കുന്നവരുണ്ട്, ഉച്ചക്ക് കഴിക്കുന്നവരുണ്ട്, 4 മണിക്ക് ചായ സ്നാക്സ് കഴിക്കുന്നവരുണ്ട്, രാത്രി വീണ്ടും ഫുഡ് കഴിക്കുന്നവരുണ്ട്. ഒരു 5 നേരത്തെ ഭക്ഷണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 5 നേരത്തെ ഭക്ഷണം അളന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൽ 85 അല്ലെങ്കിൽ 80% എന്തായിരിക്കും അരി ഭക്ഷണമായിരിക്കും. കാരണം ഈ അരി ഭക്ഷണം എന്ന ഗ്ലൂക്കോസാണ്. ഈ അശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ ഈ ഗ്ലൂക്കോസിൻ്റെ കഴിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുക, അന്യായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുക, ഈ ഗ്ലൂക്കോസ് കയറുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക നമ്മളെ പൊണ്ണത്തടി വരാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, പ്രത്യേക ഭക്ഷണ രീതികൾ നമ്മളെ കമ്മ്യൂണിറ്റി ട്രെയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇതിൽ പറഞ്ഞു തരാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ പൊതുവെ പുരുഷന്മാരാണ് ജോലി ചെയ്യുന്നത്, പുരുഷന്മാരാണ് കുടുംബത്തിലേക്ക് വേണ്ട വരുമാനങ്ങൾ ഭൂരിപക്ഷമൊക്കെ കൊണ്ടുവരുന്നത്. എന്നാൽ സ്ത്രീകൾ കുറച്ചൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അതല്ല പറഞ്ഞത്. ഭൂരിപക്ഷമായിട്ട് എന്ത് ചെയ്യുക, പുരുഷന്മാരാണ് ജോലിക്ക് പോകുന്നത്. സ്ത്രീകൾ വീട്ടമ്മമാരെ എന്ത് ചെയ്യുക, വീടുമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരികമായി കൂടുതൽ ജോലി അവർ ചെയ്യുന്നില്ല. അവർ വീട്ടുപേരനൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒരു ദിവസം 4-5 തവണ ഭക്ഷണം കഴിക്കുക. ഇങ്ങനത്തെ ഘട്ടങ്ങളാണ് എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് വരാനുള്ള മറ്റൊരു കാരണം. മറ്റൊന്നാണ് ആഫ്റ്റർ ഡെലിവറി ലൈഫ് സ്റ്റൈൽ. അതായത് നമ്മുടെ നാടുകളിൽ ഒരു പ്രസവാനന്തര ഭക്ഷണ രീതികളുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 90 ദിവസം 3 മാസം വീട്ടിൽ ഫുൾ അടങ്ങിയിരിക്കുന്ന, പിന്നെ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ഭക്ഷണങ്ങളും ലേഹ്യങ്ങളും പലതരത്തിലുള്ള ഭക്ഷണം കൊടുത്ത് അവരെ പൊണ്ണത്തടിയിലേക്ക് മാറ്റുക. ഈ പ്രസവാനന്തര ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള ഭക്ഷണ രീതികളാണ് ഈ കേൾക്കുന്ന ഭൂരിപക്ഷം സ്ത്രീകളെയും. അപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള 90% ആളുകൾ തടിയൂടാനുള്ള പ്രധാന കാരണം എന്താണ്, ഈ പ്രസവാനന്തര ഭക്ഷണ രീതിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോ ട്രാപ്പിലാണ്. ഇനി നിങ്ങൾ മക്കളെങ്കിലും ഇത്തരം ഭക്ഷണ രീതി കൊടുക്കരുത്. പ്രസവത്തിന് മുമ്പ് എന്താണോ സ്ത്രീകൾ കഴിച്ചത് ആ ഭക്ഷണം തന്നെ കഴിച്ചാൽ മതി, ആ രീതിയിലാണ് പോകേണ്ടത്. ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ പ്രസവാനന്തര ഭക്ഷണ രീതിയാണ് കേരളത്തിലെ നല്ലൊരു ശതമാനം സ്ത്രീകളെയും ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് ഓയിൽ റിച്ച് ഫുഡ്. നമുക്കറിയാം, നമുക്ക് എന്ത് ഭക്ഷണത്തിലും കുറച്ച് ഓയിൽ, എണ്ണ അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചത് അതൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണത്തിന് സമയത്ത് പപ്പടം കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തിനും എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, കരിച്ചതും പൊരിച്ചതും ഉപയോഗിക്കുന്നത്. ഈ എണ്ണൻ്റെ ഉപയോഗം എന്ത് ചെയ്യുക, കൂടുതൽ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. ഇത് നമ്മളെ പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്ന മറ്റൊരു പോയിന്റാണ്. പിന്നെ നമുക്കൊരു ബിഹേവിയറാണ് ചായ, ചെറുകടികൾ. അതൊരു നമ്മളൊരു ബിഹേവിയറാണ്. ഇപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് നിർബന്ധം ഒരു ചായ, ഒരു കടി. പിന്നെ 4 മണിക്ക് ചായ കഴിക്കുന്ന ആളുണ്ട്, ചില ആളുകൾ രാത്രി കഴിക്കുന്ന ആളുണ്ട്. ഈ ചായ, ചെറുകടി, ഈ ചായയുടെ കൂടെ എന്ത് ചെയ്യും, ചായ മാത്രമല്ല കഴിക്കുന്നത്, ചില നമ്മൾ കൂടുതൽ മധുരം ഉപയോഗിക്കുന്നുണ്ട്. ഈ അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ, പഞ്ചസാരൻ്റെ ഉപയോഗം സ്ത്രീകളെ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഈ ഹോർമോണൽ ഇഷ്യൂസ്. ഞാൻ പറഞ്ഞു, സ്ത്രീകൾ ഈ ഒരു ദിവസം 4-5 തവണ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ കൂടുതൽ കായികാധ്വാനം ചെയ്യുന്നില്ല, പിന്നെ വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുക, ഹോർമോണൽ ഇഷ്യൂസ് വരാം. അതായത് ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് വരാം. അങ്ങനത്തെ PCOD വരാം, തൈറോയ്ഡൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെ ഈ PCODയിലൂടെയും തൈറോയിഡിലൂടെയും എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായി പല ആളുകളും തടി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന സമ്മർദ്ദം. അല്ലെങ്കിൽ കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യുക, പ്രവാസി വീട്ടമ്മമാരുണ്ട്. അതായത് പ്രവാസ ഫാമിലികൾ. കേരളത്തിലെ നല്ലൊരു ശതമാനം ഫാമിലി പ്രവാസ ഫാമിലികളാണ്. അപ്പോൾ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യായിരിക്കും, നാട്ടിൽ ഈ മക്കളെ നിയന്ത്രിക്കാനും വീട് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഈ അകൽച്ചയിൽ നിന്നുള്ള ടെൻഷൻ, സ്ട്രെസ്,
സ്ട്രെസ് പറഞ്ഞാൽ ഈ മാനസിക സമ്മർദ്ദം, ടെൻഷൻ, സങ്കടം, ദുഃഖം, ഇതൊക്കെ എന്ത് സ്ട്രെസ്സിൻ്റെ കണക്ഷനിൽ വരും. ഇങ്ങനെ കൂടുതൽ സ്ട്രെസ് കേരളത്തിലെ സ്ത്രീകൾ അനുഭവപ്പെടുന്നുണ്ട്. കാരണം കേരളത്തിലെ സാഹചര്യം അങ്ങനെ. അപ്പോൾ ഈ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലും ഘട്ടം ഘട്ടമായിട്ട് ഒരു പൊണ്ണത്തടിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ പല ആളുകളും പൊണ്ണത്തടിയിലേക്ക് വരുന്നുണ്ട്. മറ്റൊന്നാണ് പുവർ സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ പാറ്റേൺ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഒരു 8-8:30 മണി കഴിഞ്ഞാൽ ഉറങ്ങുന്നൊരു കാലഘട്ടം ഉണ്ടായത് ഒരു 30-40 വർഷം മുമ്പൊക്കെ. ഇന്നതല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം എന്ത് ചെയ്യുക, മിക്ക വീടുകളിലും ലൈറ്റ് ഓഫ് ആയാൽ പോലും ഉറങ്ങുന്നത് എന്ത് ചെയ്യുക, രാത്രി 1 മണി 2 മണി സമയത്ത് ഉറങ്ങുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ പുവർ സ്ലീപ്പ്, ഈ ഉറക്കത്തിൻ്റെ പാറ്റേൺ വരുന്ന അപകടങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളെ പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റാണ് സിറ്റിംഗ് ഹാബിറ്റ്. സ്ത്രീകൾ കേൾക്കുന്ന സ്ത്രീകൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തിയാൽ മതി. അപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ കൂടുതൽ സമയം ഇരിക്കുകയായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങുന്നവരെ കൂടുതൽ സമയത്തും ഇരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫുൾ റെസ്റ്റ്. നമ്മൾ ബോഡി എന്ത് ചെയ്യുക, ഇളകിക്കൊണ്ടിരിക്കണം, നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ബോഡി ഇളകിക്കൊണ്ടിരിക്കണം. നിങ്ങൾ കൂടുതലായിട്ട് ഇരിക്കുന്നൊരു ബിഹേവിയർ നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ ബോഡി റെസ്റ്റ് ചെയ്യുന്നൊരു ബിഹേവിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ തടി കൂടാൻ ഒരുപാട് സാധ്യത കൂടുതൽ, അതും ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് നോ ഫുഡ് ടൈമിങ്. അതായത് കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ സമയത്തിന് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. കാരണം ഓരോ ഭക്ഷണ സമയത്തും ഭക്ഷണത്തെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരം റെഡിയായി നിൽക്കും. ആ സമയത്ത് ഭക്ഷണം കിട്ടണം. അപ്പോൾ ഈ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഇതൊരു ബിഹേവിയർ എന്ന് വെച്ചാൽ സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ചില സ്ത്രീകൾ എങ്ങനെ എന്ത് ചെയ്യുന്നു, അവർ കുക്കിംഗ് സമയത്ത് കുറേശ്ശെ അങ്ങനെ ഭക്ഷണം കൂടുതൽ കഴിക്കില്ല, കുറേശ്ശെ അങ്ങനെ കഴിക്കും. ഏത് സമയത്തും അവരുടെ വായിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ബിഹേവിയറുള്ള ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഇവർ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടി വരാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഫുഡ് ഹാബിറ്റ് ഒന്ന് മാറ്റുക, കൃത്യസമയങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറുക. പിന്നെ ഉള്ളത് ബേക്കറി കൾച്ചർ. അതായത് നമ്മുടെ നാടുകളിൽ എന്നോ വരുന്നൊരു ഗസ്റ്റിന് വേണ്ടി വീട്ടിൽ ബേക്കറികൾ കൊണ്ടു നോക്കും. എല്ലാ വീടുകളിലും ഉണ്ടോ, 1-2 ഐറ്റം ഒരു ടില്ലടച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് പല സമയത്തും നമ്മളിങ്ങനെ കഴുകി ഈ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ അധികമായിട്ടുള്ള ഈ ബേക്കറി വസ്തുക്കളുടെ ഭക്ഷണം എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് നിങ്ങളെ മാറ്റും. മറ്റൊന്നാണ് കൺസിസ്റ്റൻസിയില്ല, സ്ഥിരത. ഈ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഇല്ലേ? ഉണ്ടായിരിക്കാം. താഴ്ന്ന് കമൻറ്റ് ചെയ്തോ യെസ് ഓർ നോ എന്നുള്ളത്. എക്സസൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, യെസ് എന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. കറക്റ്റാണ്, എക്സസൈസ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ എന്ത് ചെയ്യുക, 1-2 ദിവസം ചെയ്യും, പിന്നെ ചെയ്യൂല, പിന്നെ മടി പിടിക്കും. ഇത് പറ്റില്ല. ഇത് എക്സസൈസിൻ്റെ ഒരു സ്ഥിരത, ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കേൾക്കാൻ നിങ്ങൾ മേലിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഓൺലൈൻ കമ്മ്യൂണിറ്റി ആണെന്ന് സുഖം, ലോകത്തിൻ്റെ എവിടെ നിന്നും ക്ലാസ്സിൽ പങ്കെടുക്കാം. ആപ്പ് ത്രൂ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ കൺസിസ്റ്റൻ്റായി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കൂടെ നിങ്ങൾക്ക് കൂടാം. ഞങ്ങളുടെ ഡീറ്റെയിലുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പല ഭാഗങ്ങളും കൊടുത്തിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്യാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക, ചെയ്യുന്ന കഥയുള്ളൂ. കൺസിസ്റ്റൻസിൻ്റെ സ്ഥിരത, ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് മതി, അതെന്ത് ചെയ്യുക, എന്നും ചെയ്യുക. അപ്പോഴാണ് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുക. മറ്റൊരു സ്ത്രീകൾ എന്ത് ചെയ്യുക, 1-2 ദിവസം എക്സസൈസ് ചെയ്യും, പിന്നെ മറക്കും, പിന്നെ അതെന്ത് ചെയ്യുക, അങ്ങനെ നീങ്ങി പോകുന്നൊരവസ്ഥയാണ്. മറ്റൊന്നാണ് ടുമോറോ മൈൻഡ് സെറ്റ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇപ്പം എക്സസൈസ് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കുക, ഇനി വേണ്ട, നാളെ ആക്കാം, ഇനിയിപ്പം നാളെയല്ല മറ്റന്നാളാക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അടുത്ത ജനുവരി 1 നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇങ്ങനത്തെ ഈ നീട്ടി വെക്കുന്ന സ്വഭാവം, നിങ്ങൾക്ക് ഈ നീട്ടി വെക്കുന്ന സ്വഭാവം ഉണ്ടോ? ഒരു നിലക്കും നിങ്ങൾ മെലിയാൻ പോകുന്നില്ല. നിങ്ങൾ മെലിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്യുക. കമ്മ്യൂണിറ്റി ഒരുപാട് ക്ലാസ്സുകളുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ആപ്പാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാത്രമല്ല റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കുക. കാരണം ചില വീട്ടമ്മമാർക്ക് രാവിലെ ആയിരിക്കും ഒഴിവുണ്ടാകും, ചിലർക്ക് രാത്രി ആയിരിക്കും, ചിലർക്ക് മക്കളൊക്കെ സ്കൂൾ പറഞ്ഞു വെച്ചിട്ടായിരിക്കും ഒഴിവുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ സ്റ്റാർട്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കണക്ഷൻസും എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കണ്ടന്റുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പിന്നെ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ താഴെ നിന്ന് അറിയിക്കുക. മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.